ഏവർക്കും നമസ്കാരം. ഞാൻ ബിജുകുമാർ, ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. Vedic4.com ഞങ്ങളുടെ ഓൺലൈൻ വെബ്സൈറ്റ് സർവീസാണ്. അപ്പോൾ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ സർവീസുകളും ഞങ്ങൾ ഈ Vedic4.com നൽകുന്നുണ്ട്. നമുക്ക് വർഷക്കാലഘട്ടത്തിൽ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള സമയത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് ഏത് തരത്തിലുള്ള ഫലങ്ങൾ വരുന്നു എന്ന് നമുക്കൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലൊരു വിജയം ആശംസിക്കുന്ന ഒരു വർഷക്കാലഘട്ടമാണ്. ഈശ്വരാധീനം പൂർണ്ണമായിട്ടും വിജയിച്ചു വരുന്ന ഒരു വർഷക്കാലഘട്ടമാണ്. ബുദ്ധി കൂർമ്മത ഉണ്ടാകും. അനുഭവ യോഗം പൂർണ്ണമായിട്ടും ഉണ്ടാകും. കുടുംബാംഗങ്ങളിൽ നിന്ന്, കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷക്കാലഘട്ടമാണ്. അപ്പോൾ അത്തരം സഹായങ്ങളും സഹകരണങ്ങളും അഭിപ്രായങ്ങളും നേട്ടങ്ങളും കഴിവുകളുമൊക്കെ നമ്മൾ ഉപയോഗത്തിൽ വരുത്താതെ കളഞ്ഞു കുളിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ പല കാര്യങ്ങളും അതിൻ്റെ വാല്യൂവിലെടുക്കാതെ, അതായത് നമുക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പത്രത്തിൽ വായിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നു ഇന്ന തൊഴിൽ കൊള്ളാമെന്ന് പറയുന്നു, നമ്മളതിന് ശ്രമിക്കാതെ നമ്മളതിന് കളയുന്നു. അത്തരത്തിൽ അബദ്ധങ്ങൾ പറ്റാതെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മുതിർന്നവരുടെ വാക്കുകൾ ഏതൊരു മേഖലയിൽ, നമ്മൾ തൊഴിലിൻ്റെ മേഖലയിലായിരുന്നാലും കുടുംബകാര്യങ്ങളിലായിരുന്നാലും അറിവുള്ളവരുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയരുത്. അപ്പോൾ അങ്ങനെ തള്ളിക്കളയാൻ സാധ്യതയുള്ള ഒരു വർഷമായതുകൊണ്ടാണ് തള്ളിക്കളയരുത് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഒന്ന് കേട്ട് മുൻകൂട്ടി ശ്രദ്ധിച്ച് ഈശ്വരാധീനത്തോടുകൂടി പോയി കഴിഞ്ഞാൽ, ഈശ്വരാധീനം ഉണ്ട്, പക്ഷേ നമ്മുടെ ബുദ്ധി കൊണ്ട് അത് തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ആ അറിവും പ്രശംസയും അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായവും ഒരു സഹായവും ഒക്കെ നമുക്ക് ഈശ്വരാധീനം കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മളത് പരിഗണിക്കാതെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു സാധ്യത, ഒരു തൊഴിൽ മേഖലയിലെ വിജയമാകട്ടെ, ധനം വരുവാനുള്ള സാധ്യതയാകട്ടെ, ഒരു ലോണ് കിട്ടാനുള്ള സാധ്യതയാകട്ടെ, പഠന മേഖലകളിൽ ഒരു അറിവ് കിട്ടാനുള്ള സാധ്യത ആകട്ടെ, അല്ലെങ്കിൽ നമ്മൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകളിലൊക്കെ ഒരു പുരോഗതി കൈവരിക്കേണ്ട ഒരു സാഹചര്യമാകട്ടെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആ മേഖലകളിൽ അറിവുള്ളവരോ പരിജ്ഞാനമുള്ളവരോ പറഞ്ഞു തരുമ്പോൾ നമ്മളത് കേൾക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു തരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ വർഷം നല്ല ഈശ്വരാധീനം നമുക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷമായതുകൊണ്ട് അപ്പോൾ നമുക്കങ്ങനെ കേൾക്കാനും പറഞ്ഞു തരാനുമൊക്കെയുള്ള ഒരു സാഹചര്യം നമുക്ക് കേൾക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. സഹോദരങ്ങളുമായിട്ടുള്ള തർക്ക വിഷയത്തിൽ ഏർപ്പെടാതിരിക്കുക. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ കൂടുതലായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ വിദേശ യാത്രകൾക്കൊക്കെ ശ്രമിക്കുന്നവരും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ ചതിയിൽപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസരങ്ങളൊക്കെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ആലോചിച്ച് അതിന് നടപടിയെടുക്കണം. പൈസകളൊന്ന് മുൻകൂട്ടി കൊടുത്ത് നമ്മൾ നഷ്ടത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയ കാലഘട്ടം കൂടിയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവരും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചോളണം. മനസ്സിൽ തീർച്ചയായിട്ടും ഈശ്വരാധീനം വർദ്ധിക്കുകയും മനസ്സിലൊരു സന്തോഷ നിലപാടുണ്ടാവുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഈ ചാരവശാലയുടെ ഫലങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ലഗ്നാലുള്ള ജ്യോതിഷ ഫലപ്രവചനം 60 പേജിൽ കൂടുതലുള്ള ഒരു ഫലപ്രവചനം എടുക്കുന്ന ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ചെറിയൊരു പൈസ എടുത്ത് നിങ്ങൾക്ക് ആ ഒരു റിപ്പോർട്ട് കരസ്ഥമാക്കാം. അതുപോലെ ആസ്ട്രോളജി കൺസൾട്ടിങ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജുകൾ അയയ്ക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരേക്കും നന്ദി, നമസ്കാരം.